നമസ്കാരം. നമസ്കാരം. ജാതി ഉന്മൂലനമൊക്കെ കേരളത്തിൽ കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ഇപ്പോഴും ചെറിയ രീതിയിലുണ്ടെങ്കിൽ പോലും വലിയ തരത്തിൽ കേരളത്തിൽ വലിയ നടക്കാറില്ല. നമ്മൾ പല സംസ്ഥാനങ്ങളുടെയും പേര് ഉദ്ധരിച്ചുകൊണ്ട് കർണാടകയിലെയും യു പിയിലെയും ബീഹാറിലെയൊക്കെ ജാതി സമവാക്യങ്ങൾ ഇപ്പോഴും അവിടെ തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ അയിത്തം സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചാ വിഷയം ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം. പക്ഷേ അതേ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന ഒന്നായിരുന്നു റാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അവിടുന്ന് ഒരു വിദ്യാർത്ഥി ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് വരെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും അത് വലിയ തരത്തിൽ വിവാദങ്ങളോട് പോകുന്നു. അതിനുശേഷം പിന്നീടത് കേസ് അന്വേഷിക്കുന്നു. അദ്ദേഹത്തെ ആദ്യം ആന്ധ്രയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഒളിച്ചു നോക്കുന്നു. ഏകദേശം 2 മാസത്തോളം ആരും കാണാണ്ട് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാണ്ട് അദ്ദേഹം ആന്ധ്രയിൽ താമസിക്കുന്നു. അതിനുശേഷം കർണാടകയിലോട്ട് മാറുന്നു. കർണാടകയിലും ആൾരൂപം മാറി അദ്ദേഹം ജീവിക്കുന്നു. എന്നിരുന്നാൽ പോലും അവസാനം കേരള പോലീസ് പിടിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ കൃത്യമായി ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൊടുക്കാണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതും അതിൻ്റെയൊക്കെ ഭാഗമായി പോലീസിൻ്റെ DYSPയുടെ പിടിപ്പുകേട് കൊണ്ട് ഇത്ര സാമാന്യ ബോധ്യം അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരു പോലീസുകാരാണ് കേരളത്തിലെ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം അവിടെ ഒരു പിടിപ്പുകേട് എന്ന് പറഞ്ഞൊരു തകരാറുണ്ട്. ഇത് മനഃപൂർവ്വം വീഴ്ച വരുത്തുകയെന്ന് പിടിപ്പുകേട് എന്ന് അറിയാതെ അസർത്ഥമാണ് ഇത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം അത്ര വലിയ മണ്ടന്മാരല്ല അവർക്ക് അറിയാം ഇത് ചെയ്യണം എന്നുള്ള സാധനം. പക്ഷെ അതുപോലും ചെയ്യാണ്ട് അവർ ഈ സാധനം കേസുമായി മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി അവർ കളിച്ചതിൻ്റെ കളിയാണെന്നുള്ളത് കൃത്യമാണ്. പക്ഷേ കോടതി ഇത് അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നു. ഒന്നുമല്ല, അദ്ദേഹത്തിന് അവസാനം ജാമ്യം കിട്ടുന്നു. കോടതി പറഞ്ഞത് പോലീസ് വലിയ തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതും. അപ്പം പോലീസിനെ കുറ്റം പറയുമ്പോൾ പോലീസ് ആർക്കൊക്കെയോ വേണ്ടി കളിച്ചിട്ടുണ്ടെന്നുള്ള കോടതി വരെ അതിരൂക്ഷമായി പറയുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുമ്പോൾ ആ പോലീസിനെതിരെ പറയുമ്പോൾ അത് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് പോകുന്ന ഒരു പാത എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിലോട്ടാണ്. കാരണം അദ്ദേഹമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പോലീസിനെ തൻ്റെ ഉള്ളൻ കൈയിലിട്ട് കളിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. പക്ഷേ അതേ ആഭ്യന്തര വകുപ്പിന് ഈ സാധനം അറിയാഞ്ഞിട്ടാണോ ഇനി അറിഞ്ഞിട്ടും നിശബ്ദത പാലിച്ചതാണോ എന്നറിയില്ല. സാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയം ശരിക്കും കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രതിക്ക് ജാമ്യം കിട്ടാൻ അനുകൂലമായ രീതിയിലാണ് കേസിൻ്റെ അന്വേഷണവും അതിൻ്റെ FIRഉം മറ്റ് റിപ്പോർട്ടുകളും എല്ലാം ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ സാധാരണഗതിയിൽ ഒരു DYSP അന്വേഷണത്തിന് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും വിശദമായ പരിശോധനയ്ക്ക് കോടതി വിധേയമാക്കാറില്ല. ഈ കേസിൽ റാമിൻ്റെ കേസിൽ ജഡ്ജി ബദറുദ്ദീൻ അദ്ദേഹത്തിന് നമ്മൾ നന്ദി പറയുന്നു. ജഡ്ജിമാർക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും അദ്ദേഹം ഇത് പരിശോധിക്കുകയും ഇതിലെ ലൂപ്പ് ഹോൾസ് വിധിന്യായത്തിലെ അല്ലെങ്കിൽ കേസ് ഫ്രെയിം ചെയ്തതിൽ ബന്ധിക്കുന്ന കുറവുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. രണ്ടാമത് ഒന്നുകൂടി അയാൾ ആവശ്യപ്പെട്ടു, ഈ പ്രതിക്കെതിരായി DYSPയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്തിരിക്കുന്ന പേപ്പറുകൾ, മെമ്മോകൾ, വിറ്റ്നസിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി കോടതിയെ തന്നെ ഏൽപ്പിക്കണം, കോടതിക്ക് അത് പരിശോധിക്കണം. അപ്പോൾ ഇത് എന്നിട്ട് പറയുകയാണ്, ഇത് ജാമ്യം കിട്ടാൻ വേണ്ടി മാത്രം ചാർജ് ചെയ്ത കേസാണ്, അതിനു വേണ്ടി മാത്രം എഴുതി വെച്ച വകുപ്പുകളാണ്, അതിൽ പോലീസിന് പങ്കുണ്ട്, പോലീസിലെ DYSPക്ക് പങ്കുണ്ട്. അപ്പോൾ ഇത്തരം 2-3 കേസുകളായി. ആലപ്പുഴ നമ്മുടെ ജീവൻ രക്ഷാ മർദ്ദനത്തിൻ്റെ കാര്യത്തിലെല്ലാം ഒന്നുകിൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നില്ല, കൊടുക്കുന്ന റിപ്പോർട്ട് വീണ്ടും വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് DGPക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വരുന്നു. അപ്പോൾ പർപ്പസ്ഫുള്ളായിട്ട് ചില പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം കേരള പോലീസിൽ നിന്നുണ്ടാകുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ കേരള പോലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജ് രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്തത്തിന് കൈ കഴുകാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനായിരുന്നു ഈ പോലീസിനെ തൻ്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തോട് കൂറുള്ള പോലീസന്മാർ ഞാനൊരു ചെറിയൊരു കൗണ്ടർ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തു. കേരള പോലീസിനെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്ന പിണറായി വിജയനാണെങ്കിൽ ഇപ്പോൾ പോലീസ് ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്ന ആരെന്ന് അന്വേഷിക്കണ്ടേ? പോലീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തലയായിരിക്കും. അങ്ങനെ പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലപാട് കൃത്യമായി പോലീസിനെ കണ്ടു. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മുമ്പേയും ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പായിട്ട് അതിന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് കുറച്ച് കാലമാണെങ്കിൽ പോലും മുമ്പ് ആഭ്യന്തര വകുപ്പിൽ അതും പരാജയപ്പെട്ടതാണ്. അതെ. അപ്പം എന്നിരുന്നാൽ പോലും അന്ന് അതുവരെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പ് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. TP ആക്രമിച്ച ആൾക്കാരെ കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്യുന്നു. കൃത്യമായ മൂവ്മെന്റ്. അതെ അതെ, ഇതേ ഷൗക്കത്തലിയായിരുന്നു. അതുകൊണ്ടാണ് ഈ സർക്കാർ വന്നപ്പോൾ ഈ SITയുടെ സ്പെഷ്യൽ രൂപീകരണത്തിൽ ഷൗക്കത്തലിക്ക് എല്ലാവിധ സാധനവും കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അപ്പം
ED ആക്രമിച്ച കേസിൽ ഈ പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു CPM ഒരുമിച്ച് കൂടുന്നുള്ളതും അത് വലിയ തരത്തിലുള്ള ആക്രമണത്തിലോട്ട് പോകുന്നുള്ളതും ED ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് പോലീസിൻ്റെ തിരുവനന്തപുരം ജില്ലാ മേധാവി മനഃപൂർവ്വം മറച്ചു വെച്ചു എന്നുള്ള വാർത്ത പിന്നീട് വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലീസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പോലീസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ നാളിത്രയായിട്ടും സാധിച്ചിട്ടില്ല എന്നുകൂടിയല്ലേ ഇവർ പറഞ്ഞു വരുന്നത്. അല്ല, ആഭ്യന്തര വകുപ്പിനെ കൺട്രോൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളതല്ല. ഇത് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ചെയിനാണ്, ലിങ്കാണ്. ആ ലിങ്കിൽ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ VD സതീശനെയും പിണറായി വിജയനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ലിങ്കുകളുണ്ടെങ്കിൽ ആ ലിങ്കുകൾ അവരുടെ പിണറായി വിജയൻ്റെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അതുപോലുള്ള ഇച്ഛാശക്തി വേണം. ഇപ്പോൾ KM മുരളീധരൻ ആരോഗ്യവകുപ്പിൽ ഇമ്മീഡിയറ്റായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യാനോ മാറ്റാനോ പെട്ടെന്ന് സാധിച്ചു. അവിടെ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല. അതിനെ കുറ്റപ്പെടുത്തിയവരുണ്ട്, യൂണിയൻകാരുൾപ്പെടെ പലരും കുറ്റപ്പെടുത്തി. പക്ഷേ എങ്ങനെയുള്ള നിലപാടാണെന്ന് പറയുന്നു. അതുപോലെ പൊതിച്ചോറിൻ്റെ പ്രശ്നം, അങ്ങനെ തെറ്റാ ചെയ്യുന്നത് ശരിയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുക, അതനുസരിച്ച് നടപടികളെടുക്കുകയും ചെയ്യാന്നേ. ഇത് നിലപാടൊന്ന് പറയുകയും നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. താങ്കൾ ചോദിച്ച പോലെ ഇത് പിണറായി വിജയൻ പോലീസിനെ അമ്മാനമാടിയെങ്കിൽ ഇന്ന് പോലീസ് ആരെയാണ് അമ്മാനമാടുന്നത് നമ്മൾ പഠിക്കേണ്ടത്. 3-4 കേസുകളായി പോലീസിനെ അകപ്പാടെ കലങ്ക ബീഡിയും വലിച്ചിരിക്കുന്ന കഞ്ചാവ് ബീഡി വലിച്ചിരിക്കുന്നതിനെ പിടിക്കാൻ പോകും. അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത്. അതല്ല നേട്ടം, അത് നേട്ടമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇതാണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റി? അന്വേഷിക്കണ്ടേ? ഈ റാമെന്ന് പറയുന്ന ആൾ എങ്ങനെയാണ്, ആരാണ്? അത് ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കൂടും. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഒരു ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ പ്രൊഫഷണലാണ് അല്ലേ? അദ്ദേഹം കാണിക്കേണ്ട ഔചിത്യം, ഹ്യൂമാനിറ്റേറിയനിസം അല്ലെ, പ്രൊഫസർ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പം സാറൊരു പ്രൊഫസറാണെന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആ പഴയകാല ചിന്താഗതി പേറി നടക്കുന്നു എന്നുള്ള സാധനം, ഈ ജാതി, ഈ സാധനമൊക്കെ ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ജാതി വെച്ച്, മതം വെച്ച്, ലിംഗം വെച്ച്, വർണ്ണം വെച്ച്, കളർ വെച്ച് കാണാൻ പറ്റുന്നതെന്നുള്ള. ഞാനൊരിക്കലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ ഇന്ന മതമാണെന്നുള്ളൂ, ഇന്ന ജാതിയാണെന്നുള്ളൂ, മനുഷ്യൻ എന്നുള്ള ഒറ്റ പരിഗണന കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത്രയൊക്കെ മാറിയിട്ടും ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പല നേതാക്കന്മാരും ആ പഴയകാല ചിന്താഗതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അവരൊക്കെ പ്രിൻസിപ്പളും അസിസ്റ്റൻറ്റ് പ്രൊഫസറൊക്കെ ആയിട്ട് ഉന്നത കോളേജുകളിൽ വർക്ക് ചെയ്യുമ്പം ഇവർ പിന്നെ എന്താണ് കുട്ടികൾക്ക്, വരും തലമുറയിലെ കുട്ടികളെ ഇവർ പഠിപ്പിക്കുന്നത്? ഇവർ ഈ പറഞ്ഞ പോലെ ജാതിയും മതം തന്നെയല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇപ്പോൾ എനിക്ക് ചില കേസുകളിൽ എങ്ങനെയാണ് കോളേജിലെല്ലാം എല്ലാ സ്ഥലത്തും നടക്കുന്നത്, ഇപ്പോൾ PSCയിലൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഒരു 5, 6, 7 റാങ്കുകാർ 5ഉം 6ഉം വന്നില്ലെങ്കിൽ 7ാമത്തെ ആളിന് കിട്ടും. അപ്പോൾ ഈ 5ഉം 6നെ 7ാമത്തെ ആളിന് കൊടുക്കുന്നതിനായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് HODക്ക് താല്പര്യം. അപ്പോൾ ഈ 6നെ 7നെയും ഒഴിവാക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. ഇത് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് പറഞ്ഞ പോലെ കോളേജ് അഡ്മിഷനെ ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന പോലെ 8ാമതോ 9ാമതോ അവൻ്റെ പേര് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ കോൺടാക്ട് ചെയ്തൊന്നും തെളിവുണ്ടാക്കണം. അപ്പോൾ ഇവർ ജസ്റ്റ് ഫോണിലൊന്ന് അടിക്കും, അപ്പം തന്നെ കട്ടാക്കും. അവർ റിങ് ചെയ്ത് അപ്പം തന്നെ കട്ടാക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വിളിച്ചതിന് ശേഷം 11ാമതോ 12ാമതോ കിടക്കുന്ന ഇവനക്ക് വിളിക്കുന്നു. എന്നിട്ട് ഇവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് ചോദ്യം വരും, എന്തുകൊണ്ട് മുമ്പിലുള്ളവർക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഇവർ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും. ഈ കുട്ടികളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ഇവർ ഫോൺ എടുത്തില്ല. അങ്ങനെ ഇവർ വരാത്തതിൻ്റെ പേരിൽ അടുത്ത കുട്ടിക്ക് ഞങ്ങൾ സാധനം കൊടുത്തു എന്നുള്ളൊരു സാധനം. അത് ഇവരുടെ സ്ഥിരം മോഡസ് ഓപ്പറാൻഡിയാണ്. കൊടുക്കേണ്ടവന് കൊടുക്കും. അതെ, ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ അഡ്മിഷൻ പഠിച്ചോളാം. മഹാരാജ് സ്കൂളിൽ അങ്ങനെ അഡ്മിഷൻ തെറ്റായ രീതിയിലല്ല, എനിക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ പോലും ഇത്തിരി താമസിക്കുമായിരുന്നു. അത് വളഞ്ഞ വഴി കൂടെ മേടിക്കേണ്ടി വന്നു. ഡയറക്റ്റ് എൻട്രി അല്ലായിരുന്നു, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയായിരുന്നു. അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ഹിസ്റ്ററിയിലോട്ട് കയറണം. സ്വാഭാവികമായിട്ടും എൻ്റെ മാർക്ക് വെച്ച് എനിക്ക് അതിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന പോലെ ഇസ്ലാമിക് ഹിസ്റ്ററി എടുക്കുന്നു. ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്ത് കയറിയതിന് ശേഷം പിന്നീട് വേക്കൻസി വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ഇടും. കാരണം ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ ഒരാളാണ്. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വേക്കൻസി വരുന്ന അധികം പേര് അറിയുന്നില്ലേ? അതെ, അവിടെയാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ പല അത് ഈ കോളേജ് ലെവലിൽ നടക്കുന്ന, അല്ല PSC ലെവലിലൊക്കെ നടക്കുന്ന ചില കളികളാണ്. അതിനേക്കാൾ ഇതിൻ്റെ അകത്ത് അതല്ല നടന്നിരിക്കുന്നത്. ഒരു പയ്യന് മരിക്കേണ്ടി വന്നു. ഇയാളുടെ പെരുമാറ്റം കാരണം ഒരു പയ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് പോലും അതിനോട് വളരെ നിസ്സംഗഭാവത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കാൻ നോക്കുകയാണ്. മറ്റെന്താ പ്രശ്നം കൊണ്ടാണ്? ബാങ്ക് ലോണിൻ്റെ പ്രശ്നം കൊണ്ടാണ്. മറ്റുള്ളവരെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഇയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത പാര. ഇത്രയും പ്രധാനപ്പെട്ടൊരു സംഭവം ഒരു കോളേജിൽ വെച്ച് നടന്നിട്ട് ഇങ്ങേർക്ക് ഈ പ്രൊഫസർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം കൊടുത്തേരാം.
അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം. പോലീസിലെ ഉന്നതതലങ്ങൾ ഇടപെട്ട് ഇതിനെ ഒന്നും അല്ലാതാക്കാൻ ഇടപെടേണ്ടി വരുന്നത്? ആരും ആയിക്കോട്ടെ, രമേശ് ആയിക്കോട്ടെ, സതീശ് ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സഹായമില്ലാതെ നടക്കില്ല. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഇപ്പം ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പ്രധാന മുഖച്ഛായ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് പോലീസാണ്. കാരണം പോലീസ് നല്ല രീതിയിൽ അതിൻ്റെ ഇമേജ് കൂട്ടാനും ഇമേജ് കുറയ്ക്കാനും സാധിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെല്ല ആൾക്കാർ പറയാം, മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സർക്കാരാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് പറയാം. ആഭ്യന്തര വകുപ്പിന് വല്ലാണ്ട് സാധനം കേൾക്കാറില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് രണ്ടും അദ്ദേഹമാണ് കൈയാളിയിരുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടൊരാളായിട്ടും അയാളിലോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല ഈ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ഒരു പരിധി വരെ ഇമേജ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് വി ഡി സതീശനെ കൂടിയല്ലേ? അല്ല, അത് ആത്യന്തികമായിട്ട് രമേശ് ചെന്നിത്തല തന്നെ ബാധിക്കും. ഇപ്പം മന്ത്രിസഭ മൊത്തം ബാധിക്കുന്നത്. മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് മന്ത്രിസഭ അറിയുന്നത്. ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഇത് വെച്ച് വീതം വെച്ചപ്പോൾ കിട്ടിയ സ്ഥാനമാണ് എന്നെല്ലാവർക്കും അറിയാം. പണ്ട് NSSനെ ഉപയോഗിച്ച് താക്കോൽ സ്ഥാനം മേടിച്ചു രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന്. അതും രമേശ് ചെന്നിത്തല പിടിച്ചു മേടിക്കുന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്ത് വീഴ്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അക്യൂസ്ഡായിട്ട് ഫസ്റ്റ് ഗിൽറ്റി ആയിട്ട് രമേശ് ചെന്നിത്തല തന്നെ വരും. ഇപ്പോൾ ബദറുദ്ദീൻ കൃത്യമായിട്ട് പറയുന്നു, എന്തെടുക്കുമായിരുന്നു ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരെ സഹായിക്കാനാണ്? അപ്പോൾ ആരോടാ ചോദ്യം ചോദിക്കുന്ന ആരോടാ? ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടയാൾ ആഭ്യന്തരമന്ത്രിയാണ്. സത്യമായിട്ടും. കാരണം പോലീസിനോട് ചോദിക്കുമ്പോൾ ആ പോലീസിനെ നിയന്ത്രിക്കുന്നതാണ് അയാളാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ സിസ്റ്റമാറ്റിക്കലി അഡ്മിനിസ്ട്രേറ്റീവ്ലി സാധനം വരുന്നത് രമേശ് ചെന്നിത്തലയോട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ സാധനത്തിന് ഉത്തരം. ഇപ്പം ഇന്ന് അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായ നിലപാടെടുക്കുമെന്നും അദ്ദേഹത്തെ ഈ പറഞ്ഞ ഇനി അന്വേഷിക്കേണ്ട പറയുന്നത് വിശദവിവരം അറിയട്ടെ. ഇതുവരെ വിശദവിവരം അറിഞ്ഞിട്ടില്ല. ഇത്ര ദിവസമായി അവിടെ ഇത് അപ്പം അറിയണ്ട. ഇങ്ങനെ ബാക്കി എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് ഈ തൂഫാനും ഗീഫാനും ഒക്കെ വേറെ SI-മാരെയോ ഹെഡ് കോൺസ്റ്റബിൾമാരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം പോകണം എല്ലായിടത്തും. ഇത് മോണിറ്റർ ചെയ്യുക. നമ്മുടെ രവതാ ചന്ദ്രശേഖരനെ വിളിക്കുക, എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുക. അത് ചോദിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രമേശിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? രമേശ് കഴിവുള്ളവനാണ്, കഴിവില്ലാത്തവനല്ല. കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ളവനാണ്. വളരെ ചെറുപ്രായത്തിൽ മന്ത്രിയായവനാണ്. ആ കഴിവ് ഉപയോഗിക്കുക വേണ്ട. ഇപ്പം അത് രമേശിനും ഗുണമായിരിക്കും, പാർട്ടിക്ക് ഗുണമായിരിക്കും, മന്ത്രിമാർക്ക് ഗുണമായിരിക്കും, നാടിന് ഗുണമായിരിക്കും. അതിന് പകരം ഇത് കണ്ടില്ല എന്ന് നടിച്ച് മാറി പോയാൽ എത്ര നാൾ പോകാൻ പറ്റും? ഇപ്പോൾ ആകെപ്പാടെ എല്ലാം തൂഫാനിൽ മയങ്ങിയിരിക്കുക. കേരളത്തിൻ്റെ ഏക പ്രശ്നം മയക്കുമരുന്ന്. ഇപ്പോഴും മയക്കുമരുന്ന് കേരളത്തിൽ ഇറക്കുകയും കൊണ്ടുപോയി ചെയ്യുന്ന വാർത്തകൾ പത്രത്തിൽ വരുന്നുണ്ട്. ഇന്നലെ തന്നെ 1000 കോടിയുടെ മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. 1000 കോടി. അപ്പോൾ നമ്മൾ എന്തുമാത്രം എഫക്റ്റീവായിട്ട് ചെയ്യേണ്ട കുറേശ്ശെ 1 ഗ്രാമെങ്കിലും പിടിച്ചാൽ അത്ര നല്ലത്, അത് വേറെ കാര്യം. പക്ഷെ അതിനുവേണ്ടി ഇത്തരം സന്നാഹങ്ങൾ വേണോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ റാമിൻ്റെ രക്ഷപ്പെടൽ വീണ്ടും അറസ്റ്റ് ചെയ്ത് വേറെ കേസ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി പറയുന്ന ഏറ്റവും അപകടകരമായ കാര്യം വേറൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും കൂടെ നിയമിച്ച് ഈ കേസ് ഒന്നുകൂടെ മരവിപ്പിക്കാൻ നോക്കാമെന്നാണ്. ഇപ്പോഴത്തെ ടീമിനെ മാറ്റി പുതിയ ടീമിനെ വയ്ക്കുക. അപ്പോൾ എത്ര സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് ശബരിമലയിൽ ഉണ്ടാക്കിയിട്ട് എന്ത് പറ്റി? കോടതി ഇടപെട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് പറ്റി? വല്ല അന്വേഷണം നടക്കുന്നുണ്ടോ? എവിടെയാണ് പൊസിഷൻ എന്നറിയോ? ഒരു പാർട്ടിയും മിണ്ടുന്നില്ലല്ലോ. BJP മിണ്ടുന്നില്ല, കോൺഗ്രസും മിണ്ടുന്നില്ല, CPM മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല ശബരിമലയെ പറ്റി, ഇല്ലേ? ആ രീതിയിലായി. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് മൊത്തം ഒരു കൊള്ളസംഘമായി മാറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോ സത്യസന്ധമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രിസഭയിലോ പാർട്ടികളിലോ ഏത് പാർട്ടിയിലും BJP-യിലോ കോൺഗ്രസ്സിലോ CPM-ലോ ഉണ്ടെങ്കിൽ അവർ ഇത്ര ഇഷ്യൂ ടേക്കപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നാലേ കാര്യമുള്ളൂ. അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കുന്നു.